ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം. ശ്ലോകം 21. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ബാഹ്യസ്പർശേഷു പുറമേയുള്ള ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിൽ അസക്താത്മാ ആഗ്രഹമില്ലാതായി തീർന്നവൻ ആത്മനി തന്നിൽ യത് സുഖം യാതൊരു സുഖത്തെ വിന്ദതേ പ്രാപിക്കുന്നുവോ അക്ഷയം നാശരഹിതമായ തത്സുഖം ആ സുഖത്തെ സ അദ്ദേഹം തന്നെ ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മധ്യാനത്തിൽ മനസ്സുറപ്പിക്കുന്നവനായി അശ്നുതേ അനുഭവിക്കുന്നു. ശബ്ദാദി വിഷയങ്ങളിൽ നിന്ന് മനസ്സ് വിട്ടുപോന്നാൽ തന്നെ സുഖമാണെന്നിരിക്കെ മനസ്സ് ആത്മാവിൽ ദൃഢമായി ഉറച്ചാൽ അനുഭവപ്പെടുന്ന സുഖം അക്ഷയമാണെന്ന് പറയേണ്ടതുണ്ടോ എന്ന് സാരം. ശ്ലോകം 22. യേഹി സംസ്പർശജാ ഭോഗാ ദുഃഖയോനയ ഹേവതേ ആദ്യന്തവന്തഃ കൗന്ദേയ ന തേഷു രമതേ ബുധഃ. കൗന്ദേയ, കുന്തിപുത്രനായ അർജുന, സംസ്പർശജ ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളോട് ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ഭോഗ സുഖങ്ങൾ യേ യാതൊരുവയോ തേ അവ ദുഃഖയോനയ ദുഃഖത്തിൻ്റെ ഉറവിടങ്ങൾ ഏവഹി തന്നെയാണ് ആദ്യന്തവന്ത ആദിയും അവസാനവുമുള്ളവയാണ് ബുധ വിവേകി തേഷു അവയിൽ ന രമതേ ആനന്ദിക്കുന്നില്ല, അതായത് സുഖം കാണുന്നില്ല. അർജുന, ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളോട് ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന സുഖങ്ങൾ യാതൊരുവയോ അവ ദുഃഖത്തിൻ്റെ ഉറവിടങ്ങൾ തന്നെയാണ്, ആദിയും അവസാനവുമുള്ളവയാണ്. വിവേകി അവയിൽ ആനന്ദിക്കുന്നില്ല, അതിൽ സുഖം കാണുന്നില്ല. ശ്ലോകം 23. ശക്നോതി ഹൈവ സോഢും പ്രാക് ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ നര. ഇഹ ഏവ ഇവിടെ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരവിമോക്ഷണാത് പ്രാക് ശരീരം ഉപേക്ഷിക്കുന്നതിനു മുൻപ് കാമക്രോധോദ്ഭവം കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന വേഗം, അതായത് മനസ്സിൻ്റെ ക്ഷോഭത്തെ സോഢും സഹിക്കുവാൻ യ നര യാതൊരു മനുഷ്യൻ ശക്നോതി കഴിവുള്ളവനായി തീരുന്നുവോ സ അവൻ തന്നെയാണ് യുക്ത മനസമാധാനമുള്ള യോഗി. സ അവൻ തന്നെയാണ് സുഖിയും. ഇവിടെ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുൻപ് കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന മനസ്സിൻ്റെ ക്ഷോഭത്തെ സഹിക്കുവാൻ യാതൊരു മനുഷ്യൻ കഴിവുള്ളവനായി തീരുന്നുവോ അവൻ തന്നെയാണ് മനസ്സമാധാനമുള്ള യോഗി, അവൻ തന്നെയാണ് സുഖിയും. ശ്ലോകം 24. യോന്ത സുഖോന്തരാരാമസ്തഥാന്തർജ്യോതിരേവയ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യാതൊരുവൻ അന്തസുഖ തന്നിൽ, അതായത് അവനവൻ്റെ ആത്മാവിൽ തന്നെ സുഖത്തെ കാണുന്നവനും അന്തരാരാമ ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവനും തഥാ അപ്രകാരം തന്നെ യാതൊരുവൻ അന്തർജ്യോതി ഏവ
ആത്മാവ് തന്നെയാകുന്ന പ്രകാശത്തോടു കൂടിയവനുമായിരിക്കുന്നുവോ സ യോഗി, ആ യോഗി ബ്രഹ്മഭൂത, ബ്രഹ്മം തന്നെയായി തീർന്ന് ബ്രഹ്മനിർവാണം, ബ്രഹ്മത്തിൽ ലയിച്ച് ഒന്നായിത്തീരലാകുന്ന അവസ്ഥയെ, അതായത് മോക്ഷത്തെ അധിഗച്ഛതി, പ്രാപിക്കുന്നു. യാതൊരുവൻ തന്നിൽ തന്നെ സുഖത്തെ കാണുന്നവനും ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവനും അപ്രകാരം തന്നെ യാതൊരുവൻ ആത്മാവ് തന്നെയാകുന്ന പ്രകാശത്തോടു കൂടിയവനുമായിരിക്കുന്നുവോ ആ യോഗി ബ്രഹ്മം തന്നെയായി തീർന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഒന്നായിത്തീരലാകുന്ന അവസ്ഥയെ, അതായത് മോക്ഷത്തെ പ്രാപിക്കുന്നു. ശ്ലോകം 25. ലഭന്തെ ബ്രഹ്മനിർവാണമൃഷയഃ ക്ഷീണകൽമഷാ ഛിന്നദ്വൈധായതാത്മാനാ സർവഭൂതഹിതേ രതാ. ക്ഷീണകൽമഷ, പാപം നിശേഷം നശിച്ചവരും, ഛിന്നദ്വൈധ, സംശയമെല്ലാം അകന്നവരും, യഥാത്മാന, കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ അടക്കിയവരും, സർവഭൂതഹിതേ, എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിൽ, രഥാ, തൽപരന്മാരുമായ, ഋഷയ, ഋഷികൾ, ബ്രഹ്മനിർവാണം, ബ്രഹ്മത്തിൽ ലയിച്ചൊന്നായിത്തീരലാകുന്ന അവസ്ഥയെ ലഭന്തെ, പ്രാപിക്കുന്നു. പാപം നിശേഷം നശിച്ചവരും, സംശയമെല്ലാം അകന്നവരും, കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ അടക്കിയവരും, എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിൽ തൽപരന്മാരുമായ ഋഷികൾ ബ്രഹ്മത്തിൽ ലയിച്ച് ഒന്നായിത്തീരലാകുന്ന അവസ്ഥയെ പ്രാപിക്കുന്നു. ശ്ലോകം 26. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധവിയുക്താനാം, കാമവും ക്രോധവും അകറ്റിയവരും, യതചേതസാം, മനസ്സിനെ അടക്കിയവരും, വിദിതാത്മനാം, ആത്മതത്വത്തെ തന്നിൽ താനായി അറിഞ്ഞവരുമായ യതീനാം, ജ്ഞാനികൾക്ക് ബ്രഹ്മനിർവാണം, ബ്രഹ്മാനുഭൂതിയാകുന്ന മോക്ഷം, അഭിത, ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും, വർത്തതേ, ഉണ്ട്. കാമവും ക്രോധവും അകറ്റിയവരും മനസ്സിനെ അടക്കിയവരും ആത്മതത്വത്തെ തന്നിൽ താനായി അറിഞ്ഞവരുമായ ജ്ഞാനികൾക്ക് ബ്രഹ്മാനുഭൂതിയാകുന്ന മോക്ഷം ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ഉണ്ട്. ശ്ലോകം 27. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. ബാഹ്യാൻ സ്പർശാൻ, തന്നിൽ നിന്ന് അന്യങ്ങളായ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ ബഹി കൃത്വ, അവയെപ്പറ്റിയുള്ള ചിന്ത ഉപേക്ഷിച്ച് പുറമെ തള്ളിക്കളഞ്ഞുകൊണ്ടും, ചക്ഷു ച ഏവ, രണ്ട് കണ്ണുകളെയും, ഭ്രുവോ, പുരികക്കൊടികളുടെ, അന്തരേ, മധ്യത്തിൽ, അതായത് ഭ്രൂമധ്യത്തിൽ, കൃത്വ, ഉറപ്പിച്ച്, പ്രാണാപാനൗ, പ്രാണനെയും അപാനനെയും, നാസാഭ്യന്തരചാരിണൗ, മൂക്കിൻ്റെ ഉള്ളിൽ മാത്രം സഞ്ചരിക്കുന്നവയാക്കി, സമൗ കൃത്വ, സമമാക്കി നിർത്തിക്കൊണ്ടും, കുംഭക പ്രാണായാമത്താൽ പ്രാണനെ നിശ്ചലമാക്കി തീർത്ത്, യതേന്ദ്രിയ മനോബുദ്ധി, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അടക്കിയവനും, മോക്ഷപരായണ, മോക്ഷമാകുന്ന പരമലക്ഷ്യത്തോടു കൂടിയവനും, വിഗതേച്ഛാഭയക്രോധ, ആഗ്രഹം, ഭയം, ക്രോധം എന്നിവയെ അകറ്റിയവനുമായ മുനി, മനനശീലൻ, യാതൊരുവനോ, സ, അദ്ദേഹം, സദാ, എപ്പോഴും, മുക്ത ഏവഹ, മുക്തൻ തന്നെ.
തന്നിൽ നിന്ന് അന്യങ്ങളായ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ പുറമേ തള്ളിക്കളഞ്ഞുകൊണ്ടും രണ്ട് കണ്ണുകളെയും പുരികക്കൊടികളുടെ മധ്യത്തിൽ ഉറപ്പിച്ച് പ്രാണനെയും അപാനനെയും മൂക്കിൻ്റെ ഉള്ളിൽ മാത്രം സഞ്ചരിക്കുന്നവയാക്കി സമമാക്കി നിർത്തിക്കൊണ്ടും, അതായത് കുംഭക പ്രാണായാമത്താൽ പ്രാണനെ നിശ്ചലമാക്കി തീർത്ത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അടക്കിയവനും മോക്ഷമാകുന്ന പരമലക്ഷ്യത്തോടു കൂടിയവനും ആഗ്രഹം, ഭയം, ക്രോധം എന്നിവയെ അകറ്റിയവനുമായ മനനശീലൻ യാതൊരുവനോ അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും മുക്തൻ തന്നെ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. യജ്ഞതപസാം യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഫലങ്ങളെ ഭോക്താരം അനുഭവിക്കുന്നവനും സർവലോകമഹേശ്വരം എല്ലാ ലോകങ്ങളുടെയും ഏക നിയന്താവും സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങൾക്കും സുഹൃദം പ്രത്യുപകാരം ഇച്ഛിക്കാതെ ഉപകാരം ചെയ്യുന്നവനും മാം അന്തര്യാമിയുമായ എന്നെ ജ്ഞാത്വ അറിഞ്ഞിട്ട് ശാന്തിം പരമശാന്തിയെ, അതായത് മോക്ഷത്തെ, പൃച്ഛതി പ്രാപിക്കുന്നു. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ കർമ്മസന്ന്യാസയോഗോ നാമ പഞ്ചമോധ്യായ.